സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റും, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിൽ എൻ്റെ മൂത്തോ ഇളയോ മരിച്ചോ, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എന്തിനായിരുന്നു നിങ്ങൾക്ക് ഈ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ചിന്തിച്ചു പോകും സത്യം പറഞ്ഞു. കാരണം ഈ വീഡിയോസ് കാണുന്ന പല ആൾക്കാരെയും ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലവരും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് അഫാൻ്റെ ഉമ്മയുടെ കേസ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റൂ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. ഉമ്മാക്ക് തലപ്പോൾ ക്ഷതമേറ്റത് തലക്കാണ്. ഓർമ്മ കുറവുണ്ടാവാം ഒരു പക്ഷേ, അല്ലെങ്കിൽ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി, അതും ഈ ഇത്രയും കൊലപാതകങ്ങൾ നടന്നെന്നുള്ളത് അറിയാൻ പാടില്ല. അവിടെ അറിഞ്ഞിട്ടില്ല, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. സ്വന്തം മകനെ, അതും പെറ്റ വയറിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ സ്നേഹം അങ്ങേയറ്റം എന്നൊക്കെ പറയാം. മാതാവിൻ്റെ സ്നേഹത്തിൻ്റെ അന്ന് പുകഴ്ത്തിപ്പാടി നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പല ആൾക്കാരും പലവരെയും പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഒരു പക്ഷേ. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനായിരുന്നു അങ്ങനൊരു മകന് ജന്മം കൊടുത്തതെന്ന് ചിന്തിച്ചവർ ഒരുപാട് പേരുണ്ടാകും. പക്ഷേ എന്തിനാണ് ഈ മകനെ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് ഇതുവരെയായിട്ട് ഒരു ആൾക്കും പിടുത്തം കിട്ടില്ല. ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഉമ്മ പറയുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റും, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം. എങ്ങനെയെങ്കിൽ എൻ്റെ മൂത്തോ ഇളയോ മരിച്ചോ, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം. എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ട് ഞാൻ മനുഷ്യന് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഉമ്മ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ. കഴിയുമ്പോൾ ഇവർ ആസൂത്രണം ചെയ്ത് കൊന്നതാണോ? ഈ ഒരു 5 പേരെയും കൊന്നത് ആസൂത്രണം ചെയ്താണോ? അല്ലെങ്കിൽ മകന് വളം വെച്ച് കൊടുത്ത് ഉമ്മായാണോ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മകനെ, ശരിയായിരിക്കാം സ്വന്തം മകനാണ്, അതൊരു മാതാവിൻ്റെ സ്നേഹമാണ് അങ്ങേയറ്റമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. ഇതിൻ്റെ ഇളയതും ഈ പറഞ്ഞ ഈ അഫാൻ്റെ അനിയൻ, ഈ ഉമ്മയുടെ അനിയൻ, ഇളയ മോൻ ഉമ്മയുടെ ആ ഒരു ഇളയ മോനും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വളർന്നു വരുന്നേ ഉള്ളൂ. അവനും ഉണ്ടായിരുന്നില്ലേ? അവനെയും ക്രൂരമായിട്ടല്ലേ ഇവനില്ലാതാക്കിയത്. അതുപോലെ സ്വന്തം പെറ്റ വയറിൻ്റെ സ്നേഹമാണ് കാണിക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മാതാവ് നിങ്ങളെയും പോറ്റി വളർത്തിയല്ലേ, 10 മാസം ചുമന്ന് വളർത്തിയ ഒരു മാതാവ് തന്നെയല്ലേ? ആ മാതാവിനോട് നിങ്ങൾക്ക് സ്നേഹമില്ലേ? അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 2 പേരും, ഒരു കുടുംബത്തിലല്ലാത്ത ഒരു പെൺ, അതും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒന്നും അറിയാതെ അതിനെയും ഇല്ലാതാക്കിയില്ലേ? ഇവനെ ഇനി പുറത്തിറക്കി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന്, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് അമ്മ പറയുന്നത്. ഞാനില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ഒടുക്കുമെന്ന്. നിങ്ങളുടെ ഈ ഒരു ജീവൻ തന്നെ ഉണ്ടല്ലോ, കേരളത്തിലുള്ള പല ആൾക്കാരും പ്രാർത്ഥനയാണെന്ന് ഒന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു വ്യക്തിയെ, നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞ് ഈ അഫാനെ ഇനിയും തിരിച്ച് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു എന്തൊക്കെ സംഭവിക്കും എന്നുള്ളൊരു കാര്യം അറിയില്ല. തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അറിയാം. പക്ഷേ നിങ്ങൾ വാ തുറന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവന് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ മൊഴിക്ക് വേണ്ടി കാത്തിരുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ജനങ്ങളെ, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ശരിക്കും പറഞ്ഞാൽ അപ്പാടേ ഉണ്ടല്ലോ നെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നെട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോടുകൂടി പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയായിരുന്നു ഈ ജീവൻ കൂടി തിരിച്ച് കിട്ടിയിരുന്നെന്ന് അത് പറയുമ്പോൾ പലവർക്കും നെഗറ്റീവായിട്ടും പല കാര്യങ്ങൾക്കും പറയാം. ഇതൊരു മാതൃസ്നേഹമായിട്ടും പെറ്റുവയറിൻ്റെ സ്നേഹമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പം തോന്നുന്നില്ല. കാരണം ഇതിന് വളം വെച്ചതും ആസൂത്ര കുറ്റത്തിന് ഇവരെ പോലും അറസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഏകദേശം ഇന്നിപ്പോൾ ഏഷ്യാനെറ്റിലൊരു ന്യൂസ് വന്നിരുന്നു. ഉമ്മ സമ്മതിച്ചു, ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് എന്നോട് ക്ഷമിക്കണം ഉമ്മ എന്ന് പറഞ്ഞ് ശ്വാസം മുട്ടിച്ച്, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞ ഒരു ന്യൂസ് കൂടി ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട്, ന്യൂസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ആ ഒരു വീഡിയോ കണ്ടോടുകൂടി ആ ഉള്ളൊരു പ്രാർത്ഥനയും അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊണ്ടല്ലോ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉപ്പാനെ ഓർത്തിട്ടാണ് സത്യം പറയുന്നത് സങ്കടമുള്ളൂ. ആ ഒരു വ്യക്തിയെ ഓർത്തിട്ട് മാത്രം. നിങ്ങൾ ആ ഒരു വ്യക്തി ഇല്ലാതെ ഇരുന്നപ്പോൾ ആ മകൻ ഇത്രയും കടബാധ്യതകൾ ഉണ്ടായി നിങ്ങൾ അറിഞ്ഞിട്ടും ആ ഒരു പിതാവിനോട് പറയാതിരുന്നതല്ലേ ഏറ്റവും വലിയ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണം. അതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു സൂചനയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കും ചാൻസ് വളരെ കുറവായിരുന്നായിരിക്കാം. പക്ഷേ ഇനി അതാണ് കാരണം എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും ഇങ്ങനെയുള്ള മൊഴികളൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ മാക്സിമം ഇടാണ്ടിരിക്കുകയല്ല ഏറ്റവും ബെറ്റർ. കാരണം മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സ്ഥാനമെങ്കിലും ഉണ്ടെങ്കിൽ അതില്ലാതായിട്ട് മാറും. അത്രയേ എനിക്ക് തോന്നുന്നുള്ളൂ.
ഇതൊരു മാതൃസ്നേഹമായിട്ടൊന്നും എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്കിതൊരു മാതൃസ്നേഹമായിട്ട് തോന്നിയിട്ടുമില്ല. ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ